ഹായ് നമസ്കാരം. ഭാരതത്തിന്റെ അതിർത്തിയിൽ അമേരിക്കയുടെ ക്രിസ്തുരാജ്യ പദ്ധതി. അടുത്തയിടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയെ പദ്ധതിയെപ്പറ്റി സർവകക്ഷി യോഗത്തിൽ പറഞ്ഞിരുന്നു. ഒരു വെള്ളക്കാരൻ ബംഗാൾ ഉൾക്കടലിൽ സൈനിക താവളം ചോദിച്ചെന്നും അവർ വെളിപ്പെടുത്തി. ബംഗ്ലാദേശ് ഭരണകക്ഷിയായ അവാമി ലീഗ് നേതാക്കളാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മണിപ്പൂരിലെ കുക്കികളെ കൂടിയാണ് പദ്ധതി. ഇതിന് പേര് സാലംഗം, സ്വതന്ത്ര നാട് എന്നാണ് അർത്ഥം. ഇന്ത്യയിലെ മിസോറാം, മണിപ്പൂരിലെ കുക്കി മേഖല, അസമിലെ കർബി അംഗലോങ് ജില്ല, മ്യാൻമറിലെ ചിൻ പ്രവിശ്യ, സഗായിങ് ഡിവിഷൻ, ബംഗ്ലാദേശ് ചിറ്റഗോങ്ങിലെ ബന്ദർബാൻ ജില്ല എന്നിവ ചേർത്താണ് പദ്ധതി. പൊതുവെ സ്വഗോത്രമാണ് ഇവിടങ്ങളിൽ. ജനുവരിയിൽ നടന്ന ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ അവാമി ലീഗാണ് ജയിച്ചത്. എന്നാൽ പ്രതിപക്ഷ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി എന്നിവയാണ് അമേരിക്ക തുണച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള സവാള ഇറക്കുമതിയും മറ്റുമെതിരെ BNP പ്രതിഷേധിച്ചിരുന്നു. പ്രതിഷേധം മൂത്ത് ഹസീന പുറത്താകുമെന്ന് അമേരിക്ക പ്രതീക്ഷിച്ചു. ഇന്ത്യയും ചൈനയും ഹസീനക്കൊപ്പം നിന്നു. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിലും അമേരിക്കൻ പിന്തുണയുള്ള NGO സംഘടനകൾ അവിഹിത ഇടപെടലുകൾ നയത്തിന്റെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ് എന്നിവിടങ്ങളിൽ ഗോത്ര ഭീകര സംഘടനകളുണ്ട്. മ്യാൻമറിൽ ചിൻ പട്ടാളവും ബംഗ്ലാദേശിൽ ചിറ്റഗോങ്ങിൽ കുക്കി ചിൻ നാഷണൽ ഫ്രണ്ടും ഉണ്ട്. CAA തണലിൽ ബാപ്റ്റിസ്റ്റ് സഭ ഇവിടങ്ങളിൽ മതം മാറ്റം നടത്തി. പ്രത്യേക കുക്കി രാഷ്ട്രത്തിന് ഇടപെടണമെന്ന് രാജ്യാന്തര കുക്കിസോ ഇന്റലക്ച്വൽ കൗൺസിൽ, ഐക്യരാഷ്ട്രസഭയും ഇസ്രായേലും എഴുതി. ഈ സംഘങ്ങൾക്ക് ജമാഅത്തുൽ അൻസാർ ഫിൽ ഹിന്ദൽ ഷർക്കിയയും ബന്ധമുണ്ട്. കുക്കി നാഷണൽ ഫ്രണ്ടിന് ഇവർ പരിശീലനം നൽകുന്നു. റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പുകൾ ബംഗ്ലാദേശിലുണ്ട്. അവിടെ നിന്നുള്ള യുവാക്കളെ കൂട്ടി അരക്കൻ റോഹിംഗ്യൻ സാൽവേഷൻ ആർമി മ്യാൻമറിലെ രാഖിൻ പ്രവിശ്യയിൽ ഹിന്ദുക്കളെ ആക്രമിക്കാറുണ്ട്.